വയനാട്ടിലെ ദുരിതബാധിതർക്ക് വർണ്ണങ്ങൾ കൊണ്ട് കൂട്ടൊരുക്കുകയാണ് ഒരു ചിത്രകാരി. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്ര പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി നല്ല മനസ്സുകൾ ഒന്നാകുമ്പോൾ നിറങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഈ ചിത്രകാരി. കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ശില്പ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഡിസ്പ്ലേ ഓഫ് ഡ്രീംസ് എന്ന പ്രദർശനം സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നിറക്കൂട്ടുകൾ തന്നെയാണ്. വയനാട്ടിലെ ദുരന്തം കണ്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തണമെന്ന് തോന്നിയത്. അപ്പോൾ അതിന് കിട്ടുന്ന തുക എത്രയായാലും അത് മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ കുടുംബക്കാരും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ കിട്ടുന്ന തുക അങ്ങനെ കൊടുക്കുക. ഞാൻ കൊറോണ ടൈമിൽ യൂട്യൂബെല്ലാം നോക്കി അങ്ങനെ പഠിച്ചതാണ്, അല്ലാണ്ട് പുറമേ എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും പ്രമേയമായ 30ഓളം ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആസ്വാദകർക്കായി നിരന്നിരിക്കുന്നത്. അക്രിലിക് മാധ്യമത്തിൽ പകർത്തിയ മനോഹര ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ശില്പയുടെ തീരുമാനം. യൂട്യൂബ് കണ്ട് സ്വയം പഠിച്ചെടുത്ത ചിത്രകലയെ ശീലങ്ങൾ കൊണ്ട് നന്മയുടെ നിറങ്ങളാക്കുകയാണ് ഈ കലാകാരി. ജനം, കോഴിക്കോട്.